ഇന്നത്തെ അറിയിപ്പുകൾ. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളുമായി KSRTC ഓഗസ്റ്റ് 12-ന് 13 ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ട്രാഫിക് ഡിമാൻഡ് അനുസരിച്ച് കർക്കിടവാവ് സ്പെഷ്യൽ സർവീസുകൾ ആരംഭിക്കും. ഓഗസ്റ്റ് 12-ന് പുലർച്ചെ 2 മണി മുതൽ കേരളത്തിലെ 13 ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്കാണ് ട്രാഫിക് ഡിമാൻഡ് അനുസരിച്ച് കർക്കിടവാവ് സ്പെഷ്യൽ സർവീസുകൾ KSRTC ക്രമീകരിച്ചത്. ഇതിനു പുറമെ KSRTCയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നും യാത്രക്കാരുടെ ആവശ്യകതയ്ക്കനുസരിച്ച് അധിക സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അധിക സർവീസുകൾക്കായി 62 ബസ്സുകൾ പൂൾ ചെയ്തിരുന്നെങ്കിലും ഈ വർഷം ഏകദേശം 100 ബസ്സുകൾ അധികമായി സജ്ജമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ തിരക്കും ട്രാഫിക് ഡിമാൻഡും കൃത്യമായി നിരീക്ഷിച്ച് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് യഥാസമയം സ്പെഷ്യൽ സർവീസുകൾ അയക്കുന്നതിനായി ഓരോ പ്രത്യേക കേന്ദ്രത്തിലും സ്പെഷ്യൽ സ്ക്വാഡ് ഉദ്യോഗസ്ഥരെയും ഓഫീസർമാരെയും പ്രത്യേകം ചുമതലപ്പെടുത്തി മുൻകൂട്ടി നിയോഗിച്ചിട്ടുള്ളതായി KSRTC CMD അറിയിച്ചു. തിരുവല്ലം, വർക്കല, ശംഖുമുഖം, വേളി, അരുവിക്കര, അരുവിപ്പുറം, കഠിനകുളം, ചേറ്റമംഗലം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തിരുമുല്ലാവാരം, ആലുവ, തിരുനാവായ, തിരുനെല്ലി ക്ഷേത്രം തുടങ്ങിയ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ കൂടുതൽ അധിക സ്പെഷ്യൽ ബസ്സുകൾ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. +2 ഓണപരീക്ഷ ടൈം ടേബിളിൽ മാറ്റം വരുത്തി. ഓഗസ്റ്റ് 18, 20 തീയതികളിലെ പരീക്ഷകളിലാണ് മാറ്റം. ഓണപരീക്ഷകൾ ഈ മാസം 13-ന് തന്നെ ആരംഭിക്കും. ഓഗസ്റ്റ് 18-ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്ന ബയോളജിയും 20-ന് ഉച്ചയ്ക്ക് ശേഷം നിശ്ചയിച്ചിരുന്ന അക്കൗണ്ടൻസി പരീക്ഷയുടെയും ടൈം ടേബിളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ പരീക്ഷകൾ 14-ന് രാവിലെ നടത്താനാണ് തീരുമാനം. ഇതനുസരിച്ച് ടൈം ടേബിളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കനത്ത മഴയും പ്രളയ സാഹചര്യവും പരിഗണിച്ച് ഓണപരീക്ഷകൾ മാറ്റിവെക്കണമെന്നുള്ള ആവശ്യം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. മുമ്പ് നിശ്ചയിച്ചതുപോലെ ഓണപരീക്ഷകൾ ഈ മാസം 13-ന് തന്നെ തുടങ്ങും. 20-ന് അവസാനിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പരീക്ഷയ്ക്കിടെ ഏതെങ്കിലും ദിവസം അവധി വന്നാൽ ആ ദിവസത്തെ പരീക്ഷ ഓണം കഴിഞ്ഞ് നടക്കും. ഓഗസ്റ്റ് 21-ന് ഓണാഘോഷത്തോടെ അടയ്ക്കുന്ന സ്കൂളുകൾ ഓഗസ്റ്റ് 31-നാണ് ഓണാവധി കഴിഞ്ഞ് തുറക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്നത് വൻ തട്ടിപ്പ്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന പേരിൽ നടത്തിയത് വൻ തട്ടിപ്പെന്ന കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട്. മുൻ കായിക മന്ത്രി അബ്ദുറഹിമാന്റെയും സ്പോൺസറുടെയും നടപടികൾ അടിമുടി ക്രമക്കേടുകളാണ് നടന്നതെന്നും അർജന്റീന ടീം വരുമെന്ന സ്പോൺസറുടെ വാഗ്ദാനം ആധികാരിക രേഖകളില്ലാതെയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അർജന്റീന ടീം കേരളത്തിൽ കളിക്കണമെങ്കിൽ ഫിഫ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നിർബന്ധമാണ്. എന്നാൽ ഫിഫ അംഗീകാരമോ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അനുമതിയോ ഉണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര കരാർ ഉൾപ്പെടെ ലംഘനങ്ങളും നടന്നെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ചട്ടങ്ങൾ മറികടന്നാണ് സ്പോൺസർ കമ്പനിയെ സർക്കാർ തീരുമാനിച്ചത്. മുൻ മന്ത്രി നടപടിക്രമം പാലിച്ചില്ലെന്നും എല്ലാ കത്തിടപാടുകളും നടത്തിയത് വി. അബ്ദുൾ റഹ്മാൻ നേരിട്ടാണെന്നും റിപ്പോർട്ടിലുണ്ട്. തട്ടിപ്പിൽ ഉൾപ്പെട്ടവർക്കെതിരെ വിശദമായ അന്വേഷണവും മുൻ മന്ത്രിയുടെ യാത്രകളും മെയിലുകളും അന്വേഷിക്കണമെന്നും കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ആവശ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി പുനർനാമകരണം ചെയ്യുന്ന ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടെ ചർച്ചകളില്ലാതെയാണ് ബിൽ പാസാക്കിയത്. കേരളം ബിൽ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്ന നിർദ്ദേശം കോൺഗ്രസ് എംപിമാർ ഉന്നയിച്ചിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് സഭ ബിൽ പാസാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പകരം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ഇന്നലെ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇന്നലെ തന്നെ ബിൽ പാസാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സാധിച്ചില്ല. ബില്ലിന്മേലുള്ള നടപടിക്രമങ്ങൾ വെറും 6 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയാണ് സഭ പാസാക്കിയത്. 2024 ജൂൺ 24-ന് സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനായി ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.